നമസ്കാരം, ഞാൻ ശ്രീലക്ഷ്മി. ലിറ്റ് വിത്ത് ന്യൂസിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് എന്നും സന്തോഷമായിരുന്നു മഴ. മഴയോട് ചേർത്ത് വെക്കാൻ ഒരുപാട് നല്ല ഓർമ്മകൾ നമുക്കുണ്ടാകും. എന്നാൽ ഇന്ന് ഒരു ചെറിയ മഴ വരെ കേരളത്തിന് ഭയമാണ്, ഭീതി. 2018 പ്രളയത്തിനു ശേഷം പുത്തുമലയ്ക്കും കവളപ്പാറയ്ക്കും ശേഷം ചേർത്ത് വെക്കാൻ നമുക്കൊരു ദുരന്തം കൂടിയായി വയനാട്. ജൂലൈ 30 പുലർച്ചെ 1 മണിക്ക് പുഞ്ചിരിമറ്റത്ത് നിന്ന് ആദ്യം ഉരുൾപൊട്ടിയത്. ആ പൊട്ടലിന്റെ ഭീതിയും ഒച്ചയും മാറും മുൻപേ രണ്ടാം ഉരുൾപൊട്ടൽ പുലർച്ചെ 4:10 സംഭവിച്ചു. അതോടെ ചൂരൽമല എന്ന ഗ്രാമം ഒന്നാകെ ഒലിച്ചുപോയി. മുണ്ടക്കൈ അറ്റമലയും നിശ്ചലമായി തീർന്നു. രാത്രി കൊണ്ട് സർവ്വതും നഷ്ടപ്പെട്ട ചിലർ, അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, സഹോദരങ്ങൾ, അവരുടെ സ്വത്തും മണ്ണും. കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം നാശമുണ്ടാക്കിയ ഉരുൾപൊട്ടലിന് മുൻപിലാണ് നാം നിൽക്കുന്നത്. വെച്ചു പെയ്യുന്ന മഴയിൽ രാവിരുട്ടിൽ ഉറങ്ങിക്കിടക്കുന്നവർക്ക് സുരക്ഷിത സ്ഥാനത്തേക്ക് നീങ്ങാനുള്ള സമയം നൽകാതെ പൊട്ടിയൊഴുകിയെത്തിയ ദുരന്തം. ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന മുണ്ടക്കൈയും ചൂരൽമലയും ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായി. എത്രയോ ജീവിതങ്ങൾ നിസ്സഹായം, നിരാലംബം അവിടെ അവസാനിച്ചു. ഒലിച്ചെത്തിയ മഹാദുരന്തത്തിന് മുന്നിൽ ഒരു നിമിഷം പോലും പതറാതെ മരണത്തിൽ നിന്ന് കരകയറ്റാൻ ഓടിയെത്തിയ രക്ഷാപ്രവർത്തകരുടെ കൈകൾ. നേരം പുലരുമ്പോൾ ഞെട്ടിയ വാർത്തയ്ക്കൊപ്പം വയനാട് എത്തിയത് സഹായ പ്രവാഹങ്ങളാണ്. ഇന്ത്യൻ ആർമിയും പോലീസും NDRFും ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാം ചേർന്ന് വയനാടിനെ ചേർത്ത് പിടിച്ചു. തളർന്നു പോകുമെന്ന് കരുതിയവർക്ക് തെറ്റി. ഇത് കേരളമാണ്. നെഞ്ചുറപ്പോടെ സഹോദരങ്ങൾക്ക് വേണ്ടി ജീവൻ വരെ കളയാൻ തയ്യാറാകുന്ന മലയാളികളുടെ നാട്. സർവ്വതും നഷ്ടപ്പെട്ട സഹോദരങ്ങൾക്ക് എല്ലാം വാരിക്കോരി നൽകുന്ന മലയാളികളുടെ കാഴ്ച മനസ്സലിക്കുന്നതാണ്. അതെ, ഞങ്ങളുണ്ട് നിങ്ങൾക്ക് സാന്ത്വനമേകാൻ, നിങ്ങളുടെ സങ്കടം കേൾക്കാൻ, ശക്തി പകരുവാൻ ഞങ്ങളുണ്ട് വയനാടിനൊപ്പം. അപ്രതീക്ഷിതമായി വന്നെത്തിയ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് എല്ലാ സ്നേഹസ്മരണയോടെ ലിറ്റ് വിത്ത് ന്യൂസ് നന്ദി, നമസ്കാരം.